ഡിസംബർ 24 ക്രിസ്തുമസ് ഈവ്. ക്രിസ്തുമസ് ദിനം പോലെ തന്നെ പ്രാധാന്യമുള്ള ഒന്നാണ് ക്രിസ്തുമസ് ഈവ് അഥവാ ക്രിസ്തുമസിൻ്റെ തലേ ദിവസം. ഇന്ന് നമ്മൾ ക്രിസ്തുമസ് ഈവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിൻ്റെ ചരിത്രം, പ്രാധാന്യം, ആചാരങ്ങൾ എന്നിവയെല്ലാം നമുക്ക് വിശദമായി നോക്കാം. ഈവ് എന്ന വാക്ക് ഇംഗ്ലീഷിലെ ഈവനിംഗ് എന്ന പദത്തിൽ നിന്നാണ് വന്നത്. ക്രിസ്തുമസ് ഈവ് എന്നാൽ ഡിസംബർ 24-ാം തീയതി, അതായത് ക്രിസ്തുമസിന്റെ തലേ ദിവസം. ഈ ദിവസത്തെ സന്ധ്യയും രാത്രിയുമാണ് കൂടുതൽ പ്രാധാന്യമുള്ളത്. ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് ഈ രാത്രിയിലാണ് യേശുക്രിസ്തു ബെത്ലഹേമിലെ ഒരു തൊഴുത്തിൽ ജനിച്ചത് എന്നാണ്. ഈ ദിവസത്തിന്റെ ആചരണങ്ങൾക്ക് സമ്പന്നമായ ഒരു ചരിത്രമുണ്ട്. ആദ്യ നൂറ്റാണ്ടുകളിൽ ആദിമ ക്രിസ്ത്യാനികൾ യേശുവിൻ്റെ മരണത്തെയും പുനരുത്ഥാനത്തെയുമാണ് പ്രധാനമായും ആഘോഷിച്ചിരുന്നത്. യേശുവിൻ്റെ ജനനം ആഘോഷിക്കുന്ന പതിവ് പിന്നീടാണ് ആരംഭിച്ചത്. റോമിലെ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റന്റൈൻ ക്രിസ്തുമതം സ്വീകരിച്ചതിന് ശേഷം 4-ാം നൂറ്റാണ്ടിലാണ് ക്രിസ്തുവിൻ്റെ ജനനോത്സവം ഔദ്യോഗികമായി ആഘോഷിക്കാൻ തുടങ്ങിയത്. പല ക്രിസ്തീയ സഭകളിലും ക്രിസ്തുമസ് ആഘോഷങ്ങൾ യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത് തലേ ദിവസം രാത്രിയിലാണ്. സൂര്യൻ അസ്തമിക്കുമ്പോൾ ഒരു പുതിയ ദിവസം ആരംഭിക്കുന്നു എന്ന പഴയ യഹൂദ പാരമ്പര്യത്തിൽ നിന്നാണ് ഈ ആചാരം വരുന്നത്. പ്രാരംഭ സഭാചരിത്ര രേഖകൾ കാണിക്കുന്നത് 4-ാം നൂറ്റാണ്ടോടെ ക്രിസ്തുമസ് ഈവിന് പ്രത്യേക പ്രാധാന്യം ലഭിച്ചുവെന്നാണ്. റോമൻ സാമ്രാജ്യത്തിൽ യേശുവിൻ്റെ ജനനദിനം ആചരിക്കുന്നതിന് മുൻപ് തന്നെ ഡിസംബർ 24-ാം തീയതി വിശുദ്ധ രാത്രിയായി അടയാളപ്പെടുത്തിയിരുന്നു. പണ്ടുകാലത്ത് ക്രിസ്ത്യാനികൾ റോമൻ സാമ്രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പീഡനം നേരിടുകയായിരുന്നു. അന്ന് അവർ ഒളിത്താവളങ്ങളിലോ ഗുഹകളിലോ ഒത്തുകൂടി യേശുവിൻ്റെ ജനനത്തെ അനുസ്മരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. ക്രമേണ ക്രിസ്ത്യൻ മതം ലോകമെമ്പാടും പ്രചരിച്ചതോടെ ഈ ദിനം പൊതു ആഘോഷമായി വളർന്നു. പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും ആരംഭിച്ച ഈ ആചാരങ്ങൾ ലോകമെമ്പാടും പരന്നു. നൂറ്റാണ്ടുകളായി ക്രിസ്തുമസ് ഈവ് ആരാധനയുടെയും പ്രാർത്ഥനയുടെയും ഒരു പ്രത്യേക സമയമായി നിലകൊണ്ടു. ആദ്യകാല ക്രിസ്ത്യാനികൾ ഈ ദിവസം മുഴുവൻ ഉപവസിക്കുകയും പിന്നീട് അർദ്ധരാത്രിയിൽ പ്രാർത്ഥനയും സ്തുതിയും നടത്തി ക്രിസ്തുവിൻ്റെ ജനനത്തെ വരവേറ്റിരുന്നു. മധ്യയുഗകാലത്ത് യൂറോപ്പിലാകെ ക്രിസ്തുമസ് ഈവ് വലിയ ഉത്സവമായി മാറി. ഗ്രാമങ്ങളിലും നഗരങ്ങളിലും മിഡ് നൈറ്റ് മാസ് നടത്തുന്നത് അതിൻ്റെ പ്രധാന ആകർഷണമായിരുന്നു. ജനങ്ങൾ അർദ്ധരാത്രി വരെ കാത്തിരുന്ന് ദേവാലയത്തിൽ കൂടി മെഴുകുതിരികൾ തെളിച്ച് കരോൾ പാട്ടുകൾ ആലപിച്ചു. ഓരോരോ കുടുംബങ്ങളും വിഭവങ്ങൾ തയ്യാറാക്കി വീട്ടിൽ വിളക്കുകൾ തെളിയിച്ച് സ്നേഹത്തിൻ്റെയും പ്രതീക്ഷയുടെയും അന്തരീക്ഷം സൃഷ്ടിച്ചു. കാലക്രമേണ ക്രിസ്തുമസ് ഈവിൻ്റെ ആചാരങ്ങൾ വ്യത്യസ്ത സംസ്കാരങ്ങളിലേക്ക് വ്യാപിച്ചു. അമേരിക്കയിൽ 19-ാം നൂറ്റാണ്ടോടെ സെന്റ് നിക്കോളാസിന്റെ ദാനശീലതയെയും കാരുണ്യത്തെയും അടിസ്ഥാനമാക്കി സാന്താക്ലോസിന്റെ കഥകൾ പ്രചാരം നേടി. ഇന്ന് ലോകമെമ്പാടുമുള്ള കുട്ടികൾക്ക് സാന്തായുടെ വരവാണ് ക്രിസ്തുമസ് ഈവിൻ്റെ ഏറ്റവും വലിയ ആവേശം. പഴയ ക്രിസ്തുമത പാരമ്പര്യങ്ങളിൽ ഈ രാത്രി വിജിൽ ഓഫ് നേറ്റിവിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നു. ക്രിസ്തീയ വിശ്വാസമനുസരിച്ച് ബത്ലഹേമിലെ ഒരു ചെറിയ ഗോശാലയിലാണ് ക്രിസ്തു പിറന്നത്. ഈ ദിവ്യജനനത്തിന്റെ മുന്നോടിയായിരുന്ന രാത്രി ക്രിസ്ത്യാനികൾ വിശുദ്ധമായ കാത്തിരിപ്പിന്റെ രാത്രിയായി ആചരിച്ചു തുടങ്ങി. കാലക്രമേണ ലോകമൊട്ടാകെ വ്യാപിച്ച ക്രിസ്ത്യാനികൾ ഓരോരുത്തരും തങ്ങളുടെ സംസ്കാരത്തിനനുസരിച്ച് ഈ ദിവസത്തെ ആചരിച്ചു തുടങ്ങി. ക്രിസ്തുമസ് ഈവിൻ്റെ ഓരോ ചിഹ്നത്തിനും ഓരോ അർത്ഥമുണ്ട്. നക്ഷത്രം യേശുവിനെ കാണാൻ വന്ന 3 ജ്ഞാനികൾക്ക് വഴികാട്ടിയ നക്ഷത്രം. വിളക്കുകൾ അന്ധകാരത്തിനിടയിൽ പ്രതീക്ഷയുടെ പ്രകാശം. കരോൾ പാട്ടുകൾ സന്തോഷത്തിൻ്റെ ഭാഷ. ഈ ചെറിയ ചിഹ്നങ്ങളെല്ലാം മനുഷ്യരെ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വഴിയിലേക്ക് നയിക്കുന്നു. ബൈബിളിലെ ലൂക്കോസിൻ്റെ സുവിശേഷം അനുസരിച്ച് ജോസഫും മേരിയും ബെത്ലഹേമിലേക്ക് യാത്ര ചെയ്തതും അവർക്ക് സത്രത്തിൽ ഇടം കിട്ടാതെ വന്നതും ഒരു കാലിത്തൊഴുത്തിൽ യേശു ജനിച്ചതും ആ രാത്രിയിലായിരുന്നു.
അതുകൊണ്ട് രക്ഷകൻ ജനിക്കാൻ പോകുന്ന രാവ് എന്ന നിലയിൽ ഈ രാവിനെ ക്രിസ്ത്യാനികൾ വിശുദ്ധമായി കാണുന്നു. 12-ാം നൂറ്റാണ്ടിൽ പാരീസിലെ നോത്രദാം കത്തീഡ്രലിൽ ആണ് ആദ്യമായി മിഡ്നൈറ്റ് മാസ് ആരംഭിച്ചത് എന്ന് ചരിത്രം പറയുന്നു. പിന്നീട് ഈ പതിവ് ലോകമെമ്പാടും വ്യാപിച്ചു. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് 13-ാം നൂറ്റാണ്ടിൽ ആദ്യമായി ഒരു പുൽക്കൂട് നിർമ്മിച്ചു. അത് ജീവനുള്ള ഒരു പുൽക്കൂടായിരുന്നു. മൃഗങ്ങളെയും മനുഷ്യരെയും കൊണ്ട് യേശുവിൻ്റെ ജനനം അവതരിപ്പിച്ചു. ഇത് പിന്നീട് ലോകമെമ്പാടും പ്രചാരത്തിലായി. 16-ാം നൂറ്റാണ്ടിൽ ജർമ്മനിയിൽ നിന്നാണ് ക്രിസ്തുമസ് ട്രീ അലങ്കരിക്കുന്ന പതിവ് ആരംഭിച്ചത്. പ്രൊട്ടസ്റ്റന്റ് നവീകരണത്തിൻ്റെ പിതാവായ മാർട്ടിൻ ലൂഥർ ഒരു രാത്രി ആകാശം നോക്കി നിൽക്കുമ്പോൾ മരങ്ങൾക്കിടയിൽ തിളങ്ങുന്ന നക്ഷത്രങ്ങൾ കണ്ടു. ആ സൗന്ദര്യം വീട്ടിൽ പകർത്താൻ അദ്ദേഹം ഒരു മരം വെട്ടിക്കൊണ്ടുവന്ന് മെഴുകുതിരികൾ കൊണ്ട് അലങ്കരിച്ചു എന്ന് ഐതിഹ്യം പറയുന്നു. 19-ാം നൂറ്റാണ്ടോടെ വിക്ടോറിയ രാജ്ഞിയുടെ കാലത്ത് ബ്രിട്ടനിലേക്കും പിന്നീട് ലോകമെമ്പാടും ഈ പതിവ് വ്യാപിച്ചു. കുടുംബ ഐക്യത്തിൻ്റെ പ്രാധാന്യവും ഈ ദിവസത്തിൽ പ്രത്യേകമാണ്. ലോകമെമ്പാടും കുടുംബങ്ങൾ ഈ ദിവസം ഒത്തുകൂടുന്നു. പ്രിയപ്പെട്ടവരോടൊപ്പം സമയം ചെലവഴിക്കുന്നതും സ്നേഹം പങ്കുവയ്ക്കുന്നതും ഈ ദിവസത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. ക്രിസ്തുമസ് ഈവ് സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രതീക്ഷയുടെയും സന്ദേശം പ്രചരിപ്പിക്കുന്നു. ദാനധർമ്മവും പരസ്പരം സഹായിക്കലും ഈ കാലയളവിൽ പ്രത്യേകിച്ചും പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു. പരസ്പരം സമ്മാനങ്ങൾ കൈമാറുന്നത് ക്രിസ്തുമസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ശീലമാണ്. ഇത് ക്രിസ്തുവിന് ജ്ഞാനികൾ നൽകിയ സ്വർണം, കുന്തിരിക്കം, മൂർ എന്നീ സമ്മാനങ്ങളെ അനുസ്മരിപ്പിക്കുന്നു. സമ്മാനങ്ങൾ വാങ്ങുകയും നൽകുകയും ചെയ്യുന്നത് സ്നേഹവും ശ്രദ്ധയും പ്രകടിപ്പിക്കുന്നതിനുള്ള മാർഗമാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ക്രിസ്തുമസ് ഈവ് വ്യത്യസ്ത രീതികളിൽ ആഘോഷിക്കപ്പെടുന്നു. ജർമ്മനിയിൽ ഹെയ്ലിഗർ അബൻഡ് എന്ന പേരിൽ ഈ ദിവസം അറിയപ്പെടുന്നു. അവിടെ കുടുംബങ്ങൾ വൈകുന്നേരം മുതൽ ഒത്തുകൂടി ക്രിസ്തുമസ് ട്രീക്ക് ചുറ്റും ഇരുന്ന് പാട്ടുപാടുകയും സമ്മാനങ്ങൾ തുറക്കുകയും ചെയ്യുന്നു. പോളണ്ടിൽ വിഗിലിയ എന്ന് വിളിക്കുന്ന വിശേഷാൽ ആഹാരം വളരെ പ്രധാനമാണ്. 12 വിഭവങ്ങളുള്ള ഈ അത്താഴം കുടുംബത്തിൻ്റെ ഐക്യത്തെ പ്രതിനിധീകരിക്കുന്നു. ആകാശത്ത് ആദ്യത്തെ നക്ഷത്രം കാണുന്നതുവരെ അവർ കാത്തിരിക്കുന്നു. സ്പെയിനിലും ലത്തീൻ അമേരിക്കൻ രാജ്യങ്ങളിലും നോച്ചെ ബ്യൂന ആഘോഷം വളരെ ഉത്സാഹപൂർണമാണ്. രാത്രി വൈകി വരെ കുടുംബങ്ങൾ ഒത്തുകൂടി ഭക്ഷണം കഴിക്കുകയും നൃത്തം ചെയ്യുകയും ചെയ്യുന്നു. ഫിലിപ്പീൻസിൽ സിംബാങ് ഗബി എന്ന പേരിൽ 9 ദിവസങ്ങളോളം അതിരാവിലെ നടക്കുന്ന കുർബാനകൾ ഉണ്ട്. അത് ക്രിസ്തുമസ് ഈവിൽ അവസാനിക്കുന്നു. അമേരിക്കയിൽ വലിയ പാർട്ടികളും കുടുംബയോഗങ്ങളും നടക്കുന്നു. സാന്താക്ലോസ് ആരാധന അവിടെ വളരെ പ്രബലമാണ്. വലിയ ഷോപ്പിംഗ് മാളുകളിൽ സാന്താക്ലോസിൻ്റെ വേഷധാരികൾ കുട്ടികളുമായി ഫോട്ടോ എടുക്കുകയും അവരുടെ ആഗ്രഹങ്ങൾ കേൾക്കുകയും ചെയ്യുന്നു. കേരളത്തിലെ ക്രിസ്തുമസ് ഈവ് ആഘോഷത്തിനും സവിശേഷതകളുണ്ട്. നമ്മുടെ നാട്ടിലെ ക്രിസ്ത്യാനികൾ മിഡ്നൈറ്റ് മാസിനായി വലിയ തയ്യാറെടുപ്പുകൾ നടത്തുന്നു. വീടുകൾ നക്ഷത്രങ്ങളും ലൈറ്റുകളും കൊണ്ട് മനോഹരമായി അലങ്കരിക്കുന്നു. ആരുടെ വീടാണ് ഏറ്റവും മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നത് എന്ന രീതിയിൽ പലയിടത്തും മത്സരങ്ങൾ നടക്കുന്നു. കേരളത്തിലെ പള്ളികൾ ക്രിസ്തുമസ് ഈവിനു വേണ്ടി പ്രത്യേകം സൗന്ദര്യവൽക്കരിക്കപ്പെടുന്നു. പൂക്കൾ, ലൈറ്റുകൾ, പുൽക്കൂട്, നക്ഷത്രങ്ങൾ എന്നിവ കൊണ്ട് പള്ളികൾ മനോഹരമാക്കുന്നു. വലിയ പുൽക്കൂട് പ്രദർശനങ്ങൾ ഒരുക്കുന്നു. രാത്രി കുർബാനയ്ക്ക് ആയിരക്കണക്കിന് ആളുകൾ എത്തുന്നു. കുർബാനയ്ക്ക് ശേഷം എല്ലാവരും പരസ്പരം ആശംസകൾ പങ്കുവയ്ക്കുന്നു. കേരളത്തിലെ വീടുകളിൽ ക്രിസ്തുമസ് ഈവിന് പ്രത്യേക വിഭവങ്ങൾ ഉണ്ടാക്കുന്നു. പലയിടത്തും അയൽവാസികൾ പരസ്പരം വിഭവങ്ങൾ പങ്കുവയ്ക്കുന്ന മനോഹരമായ പതിവുണ്ട്. ഇത് മതവ്യത്യാസമില്ലാതെ എല്ലാവരിലും സ്നേഹവും സാഹോദര്യവും വളർത്തുന്നു. ക്രിസ്തുമസ് ഈവ് പ്രതീക്ഷയുടെ സന്ദേശം നൽകുന്നു. എത്ര കടുത്ത ഇരുട്ടിലും എത്ര ബുദ്ധിമുട്ടുകളിലും പ്രകാശമുദിക്കുമെന്ന പ്രതീക്ഷ. ബെത്ലഹേമിലെ ആ രാത്രിയിൽ ഇരുട്ടിൽ ഒരു നക്ഷത്രം പ്രകാശിച്ചു. ആ നക്ഷത്രം പ്രതീക്ഷയുടെ പ്രതീകമാണ്. ഈ രാത്രി പ്രതിനിധാനം ചെയ്യുന്നത് വെളിച്ചത്തിൻ്റെ ജയം തന്നെയാണ്. ഇരുളിന്മേൽ വെളിച്ചം, ദുഃഖത്തിന്മേൽ സന്തോഷം, ദ്വേഷത്തിന്മേൽ സ്നേഹം എന്ന സന്ദേശം ഈ ദിനം മനുഷ്യരിലേക്ക് എത്തിക്കുന്നു.